എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, എന്നാലും ഇത് കാണാൻ നല്ലൊരു മൊഞ്ചാണ് കേട്ടോ. നല്ല പുസ്തകത്താൾ പോലെയാണ് ഇത് മറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. തിളക്കി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വറുത്തിട്ടുള്ള അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ഇളയപ്പം കിട്ടും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒട്ടും തന്നെ ചൂട് കുറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് കൊടുക്കുക. ചൂട് കുറഞ്ഞിട്ട് പോയാൽ നല്ല ഡ്രൈ ആയിട്ട് പോവും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ കുഴച്ചിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ നല്ലൊരു ചൂടോട് തന്നെ നമ്മൾ ഇത് കൈക്ക് പൊള്ളുന്ന ആ രീതിക്കുള്ള ചൂടോട് തന്നെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുക. അപ്പോൾ കയ്യിലൊട്ടും ചൂടൊന്നും പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ കുഴച്ചിട്ട് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുത്താലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ഇലയുടെ അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 കപ്പ് തേങ്ങയാണ്. അത് നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ മധുരത്തിലുള്ള ഇലയടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടുള്ള ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ടും ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ഇലയുടെ ആ ഒരു പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയിട്ടെടുക്കുക. ഇനി നമ്മൾ വാഴയിലയിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. ഹാവിയിൽ വേവിച്ചിട്ട് എടുക്കുവാണ്. ഇനി നമ്മൾ വാഴയില ഇതുപോലെ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കുക. ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് നമ്മൾ ഇതിലോട്ട് പരത്തിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ പരത്തി വെക്കുക. കട്ടി കൂടി പരത്തി വെക്കരുത്. കട്ടി കുറഞ്ഞിട്ട് ആകുമ്പോഴാണ് നമ്മളുടെ ഇലയുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇത് പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി ഇട്ടിട്ടുള്ള ഈ ഒരു ഫില്ലിങ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ, നമ്മളുടെ വലിയ ഇലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുത്താൽ മതി, ചെറിയ അടയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനെൻ്റെ ഇവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പുസ്തകത്താൾ പോലെ നമുക്ക് ഇത് അമർത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ആവിയിലാണ് വേവിച്ചിട്ട് എടുക്കേണ്ടത്. ആവിയിൽ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ അടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഓട്ടയുള്ള പാത്രത്തിൽ, ഹോൾസുള്ള പാത്രത്തിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും, നല്ല കുണ്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് ഇട്ട് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വാഴയിലയിൽ ഓയിൽ പുരട്ടിയിട്ടില്ലെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ പുരട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓയിൽ പുരട്ടിയ വീഡിയോ നമുക്ക് അടർന്ന് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്യാൻ പറ്റില്ല. ചൂടോടുകൂടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ശർക്കര വെച്ചിട്ട് ഞാൻ ചെയ്യാറ്. എല്ലാവർക്കും പഞ്ചസാര വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഈ മഴയത്തൊക്കെ നല്ല